Hi everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏത് സോണിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ സോണിൻ്റെയും വേക്കൻസീസ് ഇന്നിവിടെ അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഏകദേശം 16ഓളം സോണുകളിലായിട്ട് 14ഓളം പോസ്റ്റുകളിലേക്കാണ് നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഡി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കണ സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 2-3 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിനടുത്ത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കേരളത്തിൽ മലയാളിയാണെങ്കിൽ കേരളത്തിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വേണം ഒരു സോൺ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തിന് അടുത്ത് വർക്ക് ചെയ്യുന്നവർക്കൊരു വർക്ക് ചെയ്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി അതല്ല ഇനി കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാനാണ് പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സോൺ ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എനിക്കൊരു ജോലി കിട്ടിയാൽ മതി, എവിടെ ആയാലും കുഴപ്പമില്ല, എനിക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോൺ ചൂസ് ചെയ്യാം. ഇനി അതൊന്നുമല്ല, നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഡി ഏകദേശം 14ഓളം പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലിയോടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ജോലി ഏത് സോണിലാണോ ആ പർട്ടിക്കുലർ പോസ്റ്റിന് കൂടുതൽ വേക്കൻസി ഉള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ 4 ക്രൈറ്റീരിയാസ് ആണ് നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്. ഇത് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കുകയാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് എല്ലാവരും വിചാരിക്കുക എനിക്കൊരു ജോലി കിട്ടിയാൽ മതി അല്ലേ, എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേക്കൻസീസിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വേക്കൻസി കൂടുതലുള്ള സോൺ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം മൊത്തം ഇപ്രാവശ്യം റെയിൽവേ വിളിച്ചിരിക്കുന്നത് 32,438 വേക്കൻസീസാണ്. എത്രയാണ്? 32,438 വേക്കൻസീസിലേക്കാണ് എല്ലാ സോണുകളിലുമായിട്ട് റെയിൽവേ വിളിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രായം 18-നും 36-നും ഇടയിലാണ്. നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് 39 വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ SC ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് 41 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏജിൻ്റെ ബോർഡറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ എടുത്തിട്ടൊന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഏത് കാലയളവിനിടയിൽ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ വേക്കൻസിയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർത്തേൺ റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം 4,785 വേക്കൻസീസാണ്. 4,785 വേക്കൻസീസ്. ഇനി വെസ്റ്റേൺ റെയിൽവേയിലേക്ക് വരുന്ന സമയത്ത് തൊട്ട് താഴെ 4,672 വേക്കൻസീസ് അവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെൻട്രൽ റെയിൽവേയിലേക്ക് വരുമ്പോൾ അവിടെ 3,244 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സദേൺ റെയിൽവേയിലേക്ക് വരുമ്പോൾ 2,694 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 4 സോണുകൾ ഞാൻ ചൂസ് ചെയ്തത് എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 4 സോണുകളാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഈ 4 സോണുകളും നിങ്ങൾക്ക് വേക്കൻസി നോക്കി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന സോണുകളാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം കൂടെ വെക്കണം. അതായത് ഏറ്റവും വേക്കൻസി കൂടിയ സോണുകളെയും ഏറ്റവും വേക്കൻസി കുറഞ്ഞ സോണുകളെയും നമുക്കൊരു ഡേഞ്ചർ സോണുകളായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം വേക്കൻസി കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ആൾക്കാർ ആ ഒരു പർട്ടിക്കുലർ സോണിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കൂടാനും കട്ട് ഓഫ് കൂടാനും ഉള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഇനി വേക്കൻസി കുറഞ്ഞ സ്ഥലമാണെങ്കിൽ നമുക്കറിയാം വേക്കൻസി കുറയുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെയും കട്ട് ഓഫ് കൂടി വരാനുള്ള ഒരു സാധ്യതയുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യം എനിക്ക് ഒരു ജോലി കിട്ടണം എന്നുള്ളതാണെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം
നിങ്ങൾ ബാക്കി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ട് പഠിക്കുക. ഏറ്റവും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സോണിലായാലും നമുക്ക് ജോലി കിട്ടും. അപ്പോൾ അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെയോ എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്കിൻ്റെയോ ഒന്നും പുറത്ത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് വേക്കൻസി നോക്കി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 4 സോണുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക, സൗത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ. അതായത് എനിക്ക് കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിനോട് അടുത്തുള്ള ഏരിയയിൽ വർക്ക് ചെയ്യണം, അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സോണുകളെന്ന് പറയുന്നത് ഒന്നാമത്തേത് സതേൺ റെയിൽവേ ആണ്. സതേൺ റെയിൽവേയിലാണ് ചെന്നൈ, തമിഴ്നാട്, കേരളത്തിൻ്റെ ഒരു ഭാഗം, കേരളവും തമിഴ്നാടും ഒക്കെ ഇൻക്ലൂഡ് ആവുന്നത് നമ്മളുടെ സതേൺ റെയിൽവേ എന്ന് പറയുന്ന പാർട്ടിലാണ്. ലൈക്ക് നമ്മളിപ്പോൾ NTPCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും, അവിടെ ട്രിവാൻഡ്രം സോൺ എന്ന് പറഞ്ഞിട്ടൊരു സോൺ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനിൽ ചെന്നൈ സോണിന് കീഴെ തന്നെയാണ് ഈ ട്രിവാൻഡ്രം സോണും വരുന്നത്. അതായത് കേരളത്തിലേക്കും ഉള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ചെന്നൈ സോണിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ചെന്നൈ സോണിൽ വേണം, നിങ്ങൾ കേരളത്തിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് മനസ്സിൽ ഒരു എന്താ പറയുക, സാധ്യത ഇപ്പോൾ വേറെ ഏതെങ്കിലും സോണിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയേ ഇല്ല. പക്ഷേ നിങ്ങൾ സതേൺ റെയിൽവേയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ചെന്നൈ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. ഒരു ബാംഗ്ലൂർ റീജിയനിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി സൗത്ത് സെൻട്രൽ റെയിൽവേസ്, സെക്കന്ദരാബാദ് ആ ഒരു ഏരിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് സെൻട്രൽ റെയിൽവേസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മുംബൈ ഭാഗത്തേക്കൊക്കെ പോയാലും പ്രശ്നമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ റെയിൽവേ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, നമ്മുടെ ഭുവനേശ്വർ ഭാഗത്തേക്ക് വരുന്ന ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു സൗത്ത് ഇന്ത്യൻ സൈഡിലേക്ക് നിങ്ങൾക്ക് ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു റീജിയനിലേക്ക് വരും. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മുടെ ചെന്നൈ വരിക. സൗത്ത് വെസ്റ്റ് റെയിൽവേ ഇത്രയും ഭാഗം വരും. സെക്കന്ദരാബാദ് ഏകദേശം നമ്മുടെ ആ ഹൈദരാബാദിൻ്റെ ഒക്കെ ഒരു റീജിയൻ വരും. അത് കഴിഞ്ഞിട്ട് മുംബൈ ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ റെയിൽവേ ഇവിടെ വരും. പിന്നെ ഭുവനേശ്വർ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേസ് ഈ ഒരു റീജിയനിൽ വരും. അപ്പോൾ ഒരു ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സതേൺ ഭാഗത്തേക്ക് വരുന്ന എല്ലാ ഏരിയയും കവർ ചെയ്യുന്നത് ഈ 5 സോണുകളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ ഈ 5 സോണുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെന്നൈ സോൺ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ചെന്നൈ സോൺ അല്ലെങ്കിൽ സതേൺ റെയിൽവേ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി കോമ്പറ്റീഷനും കട്ട് ഓഫ് ഒക്കെ കൂടാനുള്ളൊരു സാധ്യത നമുക്ക് നല്ലോണം ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ വേക്കൻസീസും ചെന്നൈയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. 2600 കൂടുതൽ വേക്കൻസീസ് ചെന്നൈയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ജോലി ചെയ്യാൻ നിങ്ങൾക്കൊരു സാധ്യത വരുന്നതും സതേൺ റെയിൽവേയിലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒട്ടുമിക്ക ആൾക്കാരും അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കണക്കായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക. ഇനി ഇതിൽ ഓരോ സോണിലും വരുന്ന വേക്കൻസീസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ സെൻട്രൽ റെയിൽവേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് 3244 വേക്കൻസീസ് വരുന്നത്. സതേൺ റെയിൽവേയിൽ നോക്കുകയാണെങ്കിൽ 2694 വേക്കൻസീസ് വരുന്നുണ്ട്. സെക്കന്ദരാബാദിൽ നോക്കുകയാണെങ്കിൽ 1642 വേക്കൻസീസ് വരുന്നുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ അല്ലെങ്കിൽ ഭുവനേശ്വർ നോക്കുകയാണെങ്കിൽ 964 വേക്കൻസീസാണ് വരുന്നത്. ഇനി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ അല്ലെങ്കിൽ ബാംഗ്ലൂർ റീജിയനിൽ നോക്കുകയാണെങ്കിൽ 503 വേക്കൻസീസാണ് വരുന്നത്. അപ്പോൾ സതേൺ റെയിൽവേയുടെ കീഴിൽ സൗത്ത് ഇന്ത്യയിൽ, സതേൺ റെയിൽവേ അല്ല സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് വേക്കൻസീസ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 2 ഏരിയയും അതുപോലെ തന്നെ സെക്കന്ദരാബാദും ബാംഗ്ലൂരും അല്ലേ, നമ്മുടെ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ ഈ ഏരിയയിലൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് നമുക്ക് ഡേഞ്ചർ സോണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം വേക്കൻസി കൂടുതലായതുകൊണ്ടൊക്കെ ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ ഒരുപാട് വരാനുള്ള
സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് നമുക്ക് വേക്കൻസീസ് കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്നും ഒരുപാട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് പഠിക്കുക മാത്രം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമാണ് എന്താ പറയുക നമ്മുടെ ഒരു കോമ്പറ്റീഷനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ്. അല്ലാതെ ഇങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ വേക്കൻസി കൂടുതലായിട്ട് ഉറപ്പായിട്ടും അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും, അങ്ങനെയൊന്നും നമുക്ക് 100% ഉറപ്പിച്ച് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ നിലവാരം, അതുപോലെ തന്നെ എല്ലാവരും എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളെ വെച്ചിട്ടാണ് നമ്മുടെ കട്ട് ഓഫ് അവസാനം തീരുമാനിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല രീതിയിൽ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് നോക്കി, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള റീജിയൻ നോക്കി അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ രീതിയിലാണ് സൗത്ത് ഇന്ത്യയിൽ വേക്കൻസീസ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എന്നാലും നിങ്ങൾ കേരളത്തിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, സദേൺ റെയിൽവേ ആണ്. സദേൺ റെയിൽവേ ആണ്. ഇനി സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് വന്നു പോകാൻ പറ്റുന്ന ഒരു ദൂരത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് സോണ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ല എനിക്ക് എവിടെ ആയാലും ഒരു ജോലി കിട്ടിയാൽ മതിയെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല വേക്കൻസീസ് ഉള്ള ഏരിയാസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ, ചെന്നൈയിൽ ഞാൻ പറഞ്ഞല്ലേ കേരളത്തിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെന്നൈ സോൺ ചൂസ് ചെയ്യാം അല്ലേ, സദേൺ റെയിൽവേ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സദേൺ റെയിൽവേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 1089 വേക്കൻസീസ് ആണ്. SCക്ക് 397, ST 228, OBC 698, EWS 279, മൊത്തം 2694 വേക്കൻസീസ് ആണ് എവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ സദേൺ റെയിൽവേയുടെ കീഴിൽ വന്നിട്ടുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ പോസ്റ്റിനോട് പ്രിഫറൻസ് ഉണ്ട് അല്ലേ, പോസ്റ്റ് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അനിൽ സാറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ പോസ്റ്റിനോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ്റെ PDF കിട്ടും. ആ PDF എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കൂട്ടത്തിലുള്ള 14 ജോലികളിൽ താല്പര്യമുള്ള ജോലി ഏതാണോ അതിന് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ഏത് റീജിയനിലാണ് അല്ലെങ്കിൽ ഏത് സോണിലാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഏത് സോണിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്തോളൂ. എവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും പേടിക്കേണ്ട. ഇനി എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. ഇപ്പോൾ 2999 രൂപയ്ക്കാണ് ഈ കോഴ്സ് പോകുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ ഓഫറായിട്ട് ഇതിലും നിങ്ങൾക്ക് ഒരു 15% ഓഫും കൂടെ വരും കേട്ടോ. നമ്മുടെ 27-ാം തീയതി വരെ, 27-ാം തീയതി അതായത് ഇന്നായിരിക്കും ഈ വീഡിയോ വരിക. അപ്പം 27-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, 26-നായിരിക്കും ഈ വീഡിയോ വരിക. അപ്പോൾ 27 വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഓഫർ കിട്ടും. ഈ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതാ ഇവിടെ കാണുന്ന നമ്പർ 8075753676 എന്നുള്ള നമ്പറിലേക്കോ അല്ലെങ്കിൽ 7012615062 എന്നുള്ള നമ്പറിലേക്കോ നിങ്ങൾ ഫോൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 15% ഓഫർ ഈ കോഴ്സിന്, ഈ പർട്ടിക്കുലർ കോഴ്സിന് കിട്ടും. ഏറ്റവും നല്ല രീതിയിൽ ഗ്രൂപ്പ് ഡിക്ക് നിങ്ങളോട് ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും, ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവായിരിക്കും ക്ലാസ്സുകൾ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ്, സപ്പോസ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ റെക്കോർഡഡ് സെഷൻസ് കിട്ടും. ക്ലാസ് നോട്ട്സിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പോട് കൂടി എപ്പോഴും ഫുൾ ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടി ക്ലാസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ കോൺഫിഡൻ്റ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾ നല്ലോണം പഠിച്ചാൽ മതി. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാം എഴുതുക. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇത്രയും വലിയ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് കൊണ്ട് തന്നെ അല്ലേ, നമുക്കറിയാം
36 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷനൊക്കെ നിർത്തിയിരിക്കുന്ന ആൾക്കാർ പോലും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 10th ക്വാളിഫിക്കേഷൻ കൂടെ ആയതുകൊണ്ട് വളരെ വലിയൊരു കോമ്പറ്റീഷൻ ഫ്രണ്ടിൽ കാണണം. എന്നാലും 32,000-ഓളം വേക്കൻസീസ് ഉണ്ട്. നമുക്കും അതിലൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് കേരളത്തിലാണ് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ സാധാരണ റെയിൽവേ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് OBC അല്ലെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈമിലേക്ക് ആരും വെയിറ്റ് ചെയ്യേണ്ട, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, പെട്ടെന്ന് തന്നെ ജോലി വാങ്ങുക. ഹാപ്പി ലേണിംഗ്. ഹാവ് എ നൈസ് ഡേ. ബൈ.